കൊച്ചും അവളും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ കയറി അമ്മ വീട്ടിലോട്ട് പോവുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഓട്ടോയിൽ ഒരു ലോറി വന്നടിച്ച് എൻ്റെ കൊച്ചു ആശുപത്രിയിലായി. ചങ്കം തന്നെ ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നപ്പോ എൻ്റെ കയ്യെ പിടിച്ചിട്ട് എൻ്റെ കൊച്ചനോട് ചോദിക്കുക, ഇച്ചാൻ ആ രൂപ തന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വരുമായിരുന്നു എന്നും പറഞ്ഞ് എൻ്റെ കൊച്ചു പോയടാ. പ്ലേറ്റ് എടുക്കുമ്പോഴും ചായ അടിക്കുമ്പോഴും പൊറോട്ട അടിക്കുമ്പോഴും അജിൻ വന്നിരിക്കുമ്പോൾ എന്ത് വേണം സാറേ, പൊറോട്ട, ചിക്കനുണ്ട്, മട്ടനുണ്ടെന്ന് പറയുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളറിയാതെ നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. സുഹൃത്തേ, ഞാൻ നാളെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വരും. എന്നെ പബ്ലിക്കായിട്ട് ഞങ്ങളുടെ അടുത്ത് വഴക്കിട്ടപ്പോൾ ആബിനൊക്കെ എച്ച് പ്ലേറ്റ് എടുത്ത് നടന്നതല്ലേ എന്ന് പറഞ്ഞു. വേറൊരു ആർട്ടിസ്റ്റ് ഞാൻ പെർഫോം ചെയ്തിരുന്നപ്പോൾ പൊറോട്ട ബീഫും ചോദിച്ചു. പൂമാരായിട്ട് സ്വീകരിച്ചെന്നും പറഞ്ഞ് പൂക്കിടക്കാണ്ടത് അവിടോ ഭാര്യ എന്നിങ്ങനെ ചോദിക്കും. ചേട്ടാ 2 പൊറോട്ടയും ബീഫും ഒരു പഴംപൊരി ഒന്ന് ആലോചിച്ചു. ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ദ്വയാർത്ഥങ്ങളോ വേറൊരു തരത്തിലുള്ള ഒരു ഡബിൾ മീനിങ്ങോ കഴിവതും പറയാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തുറന്ന പുസ്തകമാണോ ജീവിതത്തിൽ? ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന കാര്യം എങ്ങനെയാണ്, 100 രൂപ കിട്ടിയാൽ 10 രൂപ സേവ് ചെയ്യാൻ പഠിക്കുകയും 90-ന് ജീവിക്കാൻ പഠിക്കുക. കാരണം 80 കിട്ടുന്നവൻ ഈ സമൂഹത്തിൽ ജീവിക്കും. നിങ്ങളെല്ലാവരും മലയാള സിനിമയിൽ വരേണ്ട ആർട്ടിസ്റ്റുകളാണ്, ഭയങ്കര ആർട്ടിസ്റ്റുകളാണ്. ഗംഭീര ടൈമിംഗ് ആണ് എല്ലാവർക്കും, നല്ല തോട്ടുകളാണ് നിങ്ങൾ. ഞാൻ അടുത്ത പടം ചെയ്യുമ്പോൾ നിങ്ങൾ 4 പേര് വരില്ല. ഇതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു നടനാണ് ദിലീപേട്ടൻ. ദിലീപേട്ടൻ പിന്നെ അപ്പുറം ഇപ്പുറം ഞാനും ദിലീപേട്ടൻ എഴുതുന്നുണ്ട്. ദിലീപേട്ടൻ പറയേ ഗുണലാൽ, അപ്പം നീ ഇങ്ങനെ പറയടാ. ഞാൻ പറഞ്ഞു ചേട്ടാ അതിങ്ങനെ അത് ഇപ്പോൾ ഡയറക്ടർ വന്നിട്ട് ദിലീപ് എന്നാൽ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാൽ അല്ലല്ല ഇതൊന്ന് നോക്കണം നോക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്. ഇത്രയൊക്കെ സഹായിച്ചിട്ടും രാജേഷ് ദിലീപേട്ടനോട് കാണിച്ചൊരു മോശപ്പെട്ട പ്രവൃത്തിയുണ്ട്. രാജേഷേട്ടാ, ഒരുപാട് ആളുകൾ ഇന്ന് എനിക്ക് ഫെയിം ആവണം, എനിക്ക് ഈ മിമിക്രി രംഗത്ത് തുടരണം, സ്കിറ്റിൽ സജീവമാകണം എന്നാഗ്രഹിച്ച് വരുന്നവരോട് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട്, ജീവിത അനുഭവം കൊണ്ട് പറഞ്ഞു കൊടുക്കാനുള്ള എന്തായിരിക്കും? മിമിക്രി രംഗത്തൊന്നല്ല, എവിടെ വേറെ അതിന് മുന്നോടിയായിട്ടൊരു കാര്യം, എൻ്റെ ഈ ചെറിയൊരു വിജയം എന്ന് പറയാം. വലിയ വിജയം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു വിജയം തന്നെയാണ് ഇങ്ങനെ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ. 4 പേര് അറിയുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് മാറുന്നുള്ള എൻ്റെ ഒരു പരിശ്രമവും മറ്റുള്ളവരുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സിനിമ അല്ലെങ്കിൽ കലാകാരനായിട്ട് അറിയപ്പെടുക എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഈ ഹോട്ടലിൽ നിന്ന് ഈ പ്ലേറ്റ് എടുക്കുമ്പോഴും ചായ അടിക്കുമ്പോഴും പൊറോട്ട അടിക്കുമ്പോഴും അജിൻ വന്നിരിക്കുമ്പോൾ എന്ത് വേണം സാറേ, പൊറോട്ട, ചിക്കനുണ്ട്, മട്ടനുണ്ടെന്ന് പറയുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളറിയാതെ നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. സുഹൃത്തേ, ഞാൻ നാളെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വരും. നിങ്ങൾ എന്നെ അവിടെ ഇരുന്ന് കാണും. ചേട്ടൻ എന്താ വേണ്ടത്, ചിക്കനാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ പേര് പറയും, ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ വളരും എന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, അമിതമായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. നമുക്ക് മുന്നേ ഉള്ളവരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. രാജേഷിന് ഒരു ഫയർ ഉണ്ടായിരുന്നു. ഫയർ ഉണ്ടായിരുന്നു. എന്നെ പബ്ലിക്കായിട്ട് ഞങ്ങളുടെ അടുത്ത് വഴക്കിട്ടപ്പോൾ ആബിനൊക്കെ എച്ച് പ്ലേറ്റ് എടുത്ത് നടന്നതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു ആർട്ടിസ്റ്റ് ഞാൻ പെർഫോം ചെയ്തിരുന്നപ്പോൾ പൊറോട്ടയും ബീഫും ചോദിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മുരളി സാറിൻ്റെ ശബ്ദം അനുകരിക്കുന്നു, നടൻ മുരളി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയാണ്, പൂമാരായിട്ട് സ്വീകരിച്ചെന്നും പറഞ്ഞ് പൂക്കിടക്കാണ്ടത് അവിടോ ഭാര്യ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചേട്ടാ 2 പൊറോട്ടയും ബീഫും ഒരു പഴംപൊരി ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ നമ്മളതൊക്കെ ഒന്നും വകവെക്കാതെ അവനും ഉള്ള മറുപടി ഈശ്വരൻ്റെ കയ്യിലാണെന്ന് മാത്രം വിശ്വസിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമുക്ക് എന്ത് ചെയ്താലും നമ്മൾ തിരിച്ചു ചെയ്യേണ്ട. അവിടെയല്ലേ പ്രകൃതി, ഏതൊരു ശക്തി ഉണ്ടെന്ന് നമ്മൾ പറയണം. നമ്മളൊന്നും ആർക്കും തിരിച്ചു ചെയ്യേണ്ടത് നമ്മൾ. ഞാൻ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്. രാവിലെയും വൈകിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കും. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ പോകും. അറിഞ്ഞുകൊണ്ട് ആരും ഉപദ്രവിച്ചിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം, എൻ്റെ വിജയവും. പിന്നെ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിൽക്കുക, എല്ലാവരും ഒരുമിച്ച് നിർത്തുക. അങ്ങനെയാണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ജീവിത വിജയത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക, ചേർത്ത് നിർത്തിയേക്കുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. അവൾ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് എനിക്കൊരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു സേവിങ്സ് എൻ്റെ ജീവിതത്തിലുണ്ടായി. വിവാഹത്തിന് ശേഷം വലിയൊരു ഭയങ്കര മാറ്റമുണ്ട്. കാരണം അതുവരെ നമ്മൾ ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, കടങ്ങൾ തീർക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ കല്യാണ
ആയിട്ട് സഹോദരിമാരെ കല്യാണത്തോടു കൂടിയൊക്കെ വന്ന കടങ്ങൾ സംഘത്തിൽ പ്രമാണം വെച്ച് കാശെടുത്തിട്ടുണ്ട്. അത് തീർക്കുമ്പോൾ അടുത്ത കടം വരും, അടുത്ത കൊണ്ട് വെക്കും. ഇത് തീർക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, പണിക്ക് പോവുക, വരിക. ഇതല്ലാതെ നമുക്ക് ഇങ്ങനെ കലാകാരനായിട്ട് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു സേവിങ്സ് ഉണ്ടാക്കി വെക്കണമെന്നുള്ള ഒരു ചിന്തയില്ലായിരുന്നു. അന്നൊന്ന് അങ്ങനെ കഴിഞ്ഞു പോകും. എന്തെങ്കിലും കിട്ടിയാൽ അമ്മയുടെ കൊണ്ടുവന്ന് കൊടുക്കും. FM-ന്റെ പരിപാടിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ 15,000 രൂപ ചെക്ക് കിട്ടും, 45,000 രൂപ ചെക്ക് കിട്ടും, ബാങ്കിൽ കൊണ്ടുപോയിടും, കാശ് വരും, അമ്മേ കൊടുക്കും, അമ്മ അത് ചെയ്യും, ഇത് ചെയ്യും, അമ്മയും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യും. അതിന് ശേഷം പുള്ളിക്കാർ വന്നതിന് ശേഷമാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് നല്ല കാര്യമാണ് എല്ലാം ചെയ്തോ, പക്ഷെ നമുക്കൊരു അപ്പോൾ 2 പെൺകുട്ടികൾ, ഇരട്ട കുട്ടികൾ 2 പേര്, വർഷയും മേഘയും കുട്ടികളുണ്ടായപ്പോൾ എന്നോട് ചോദിച്ചു, നമുക്കിതിങ്ങനെ പോരാ, എന്തെങ്കിലുമൊക്കെ ഒരു സേവിങ്സ് വേണ്ടേ. അപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങണം, വേറൊരു അക്കൗണ്ട് തുടങ്ങി 10,000 രൂപ കിട്ടുമ്പോൾ 1000 രൂപ സേവ് ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞ നടക്കാത്ത കാര്യമാണ്, നമുക്ക് 15,000 രൂപ ചിലവാകും, അല്ലാതെ നോക്കാം. അങ്ങനെ പുള്ളി അന്നൊരു ജ്വല്ലറിയിൽ പോകുമായിരുന്നു, വെറുതെ നിന്നില്ല. അയാളൊരു ജ്വല്ലറിയിൽ പോകും. അപ്പോൾ ഈ ജ്വല്ലറിയിൽ പോകുമ്പോൾ അയാളുടെ ബന്ധുക്കളൊക്കെ വിളിച്ച് എന്നോട് പറഞ്ഞ്, ഞങ്ങളുടെ ഒന്നും കുടുംബത്തിൽ നിന്ന് പെണ്ണുങ്ങളാരും അവിടെ പണിക്കൊന്നും വിട്ടിട്ടൊന്നുമില്ല, കടയിലൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ. ഞാൻ അത് വെക്കണ്ട, നമ്മളാ ജീവിക്കേണ്ടത്, അല്ലേ. അവളും പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല. അവിടെ നിന്നാണ് പിന്നെ HDFC ബാങ്കിൽ കിട്ടുന്നത്. അതിനുശേഷം ഒരു സേവിങ്സ് തുടങ്ങി. അങ്ങനെ സേവിങ്സ് തുടങ്ങിയപ്പോഴാണ് ഈ ഫ്ലവേഴ്സിലെ കാശും അതും ഇതൊക്കെ വന്നിട്ട് വീട്ടിൽ മൊത്തത്തിൽ ഈ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാൻ തുടങ്ങി, ഒരു മാസത്തേക്കുള്ളത്. നമ്മളിപ്പോൾ ഡെയിലി മേടിക്കണത് മാറ്റിയിട്ട് ഒരു 15 വർഷം ആയിട്ടുള്ളൂ വീട്ടിൽ മൊത്തം ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തു വെക്കുക, വെളിച്ചെണ്ണ എല്ലാം മേടിച്ച് വെക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു എമൗണ്ട് ബാലൻസ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മളായി പിന്നെ കാര്യങ്ങൾ ചെയ്യണത്. അങ്ങനെ വന്നപ്പോഴാണ്, അപ്പോൾ പഴയ വീട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു വീട് വെക്കണം. അപ്പോൾ വീട് വെക്കുമ്പോൾ അച്ഛന് വലിയൊരു ആഗ്രഹം 2 നില വേണം. ഞാൻ അച്ഛനോട് പറഞ്ഞ് 2 നിലയുടെ ആവശ്യമില്ല, നമുക്കൊരു ചെറിയൊരു വീടിനാണ്, ഒരു 3 മുറിയും ഹാളും. അച്ഛന് വലിയ ആഗ്രഹം, കാരണം അച്ഛൻ്റെ അവിടെ കുടുംബത്തെ അച്ഛന് അച്ഛൻ്റെ കുറേ ഫ്ലാഷ് ബാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ അപ്പോൾ ഞാൻ മക്കളും അത് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ ആ 2 നില വീട് വെക്കുന്നത്. വീട് വെച്ചു. അപ്പോൾ വീട് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇത് എന്താണിത്, ഇതൊക്കെ എവിടുന്ന് വരുന്നത്, അതുകൊണ്ട് ഇതെന്താണ് ഉദ്ദേശം. അപ്പോൾ ഈ വീടിന് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കാറ് മേടിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് തന്നെ 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് കാർ എടുക്കുന്നു. അപ്പോഴൊക്കെ ഈ പുള്ളിക്കാർ പറയണേ, ഞാൻ ചോദിച്ചത് ഇതെങ്ങനെ നടക്കും, നിങ്ങൾ ലോണല്ലേ, അപ്പോൾ നിങ്ങൾ പണിയെടുക്കും. ഞാൻ പഠിച്ച വലിയൊരു പാഠമാണത്. ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അജിൻ്റെ മുന്നിൽ വിളിക്കും. അജിന് എന്നെ നിരസ്കരിച്ചാലും ഞാൻ വീട്ടിൽ വരും. എനിക്ക് പരിപാടിയില്ല കേട്ടോ, എന്തെങ്കിലും തരണമെന്ന്. കാരണം എനിക്ക് 8-ാം തീയതി 19,000 രൂപ അടച്ചേ പറ്റുള്ളൂ. ഇത് വലിയൊരു സത്യമാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ ചോറ് തിന്നാനുണ്ട്, ചെല്ലുമ്പോൾ കൈകടി ചോറിലിട്ട് കിടന്നാൽ പരിപാടിക്ക് അജിൻ വിളിക്കണം. അപ്പോൾ ഒരു 10,000 രൂപ ബാങ്കിൽ അക്കൗണ്ടിലുണ്ടെങ്കിൽ വിളിക്കും, ചേട്ടാ 29-ാം തീയതി പരിപാടിയുണ്ട്, 10,000 രൂപ കിടപ്പുണ്ട്. ഇല്ലടാ 29-ാം തീയതി എനിക്ക് വേറെ പരിപാടിയുണ്ട്, ഇത് തീരുന്നവരെ ഇരിക്കും. എല്ലാവരുടെ കാര്യമല്ല പറയണേ, എൻ്റെയൊക്കെ ഒരു സ്വഭാവം അതായിരുന്നു. അത് മാറ്റിയെടുത്തത് ഈ പുള്ളിക്കാരിയായിരുന്നു. കാരണം ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വന്നു. അതിന് ശേഷം ഞാൻ ഒരു റൂഫ് ഇന്ത്യ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് വളഞ്ഞമ്പലത്ത് അവിടെ ഒരു കൺസ്ട്രക്ഷൻ കെമിക്കൽസിൻ്റെ കമ്പനിയിലായിരുന്നു, അവിടെ ബ്രാഞ്ച് മാനേജറായിട്ടായിരുന്നു. അപ്പോൾ ചെയ്യാത്ത പണി എന്തോ അതാ ഞാൻ ചോദിക്കുന്നത്. ചെയ്യാത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പറമ്പിൽ കപ്പലണ്ടി കച്ചവടം നടത്തിയിട്ടുണ്ട്. ആ കടല കപ്പലണ്ടിയൊക്കെ കച്ചവടം നടത്തിയിട്ടുണ്ട്. നമ്മൾ നാട് വിട്ടു പോയാലും എന്ത് ചെയ്യുമല്ലോ, നമ്മൾ ചെയ്യല്ലോ, നമുക്ക് ജീവിക്കണം, നമുക്ക് ഈ കടങ്ങൾ തീർക്കണം. രാജേഷേട്ടനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന വൈഫിനും അമ്മയ്ക്കും ഒരു ഉമ്മ കേട്ടോ. അല്ല, അച്ഛനോട് മക്കൾ 2 പേരും ശരിക്കും അവരെ മറക്കാൻ പറ്റത്തില്ല. ഇല്ല. ഇപ്പോൾ ഉള്ള ജീവിതം ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടി നമ്മളതിന് പോകുന്നേ. വെറുതെ ഇരുന്നാ കിട്ടുമോ? അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒരു 3000 രൂപയുള്ളൊന്നും അവിടെ വന്നം, ചെറിയൊരു ഫംഗ്ഷനാണെന്ന് പറഞ്ഞാൽ വരും. വേറൊരാൾ 10,000 രൂപയ്ക്ക് വിളിച്ചാൽ അതിന് വരും. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇതൊരു പാഷനാണ്, വേറെ പ്രൊഫഷൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് പോകും. ഇതെൻ്റെ ഒരു തൊഴിലായി എടുത്തു. തൊഴിലും മാത്രമല്ല, തൊഴിലായിട്ട് എടുത്തു. അതൊരു ജീവിതം അല്ലേ, തൊഴിലെന്ന് പറയുമ്പോൾ ജീവിക്കുന്ന അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് വരെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യണ കോമഡികളിൽ, ഞാൻ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റുകളിലാണേലും, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളിലാണേലും, ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണേലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ദ്വയാർത്ഥങ്ങളോ വേറൊരു തരത്തിലുള്ള ഒരു ഡബിൾ മീനിങ്ങോ കഴിവതും പറയാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ സാജുവിൻ്റെ കൂടെ ചെയ്യുമ്പോൾ കേട്ടോ, സാജു ആ ടീം ഒന്നും നമ്മളങ്ങനെ
അത് പ്രൊമോട്ട് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഷോയിലാണെങ്കിലും അർജുൻ സാറാണെങ്കിലും നമ്മുടെ കൂടെയുള്ള എൻ്റെ കൂടെ സഹകരിച്ച് ശശാങ്കൻ മയ്യനാടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഗ്രൂമർ. ശശാങ്കൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ കോമഡി സ്റ്റാറിൽ നിൽക്കുമ്പോഴേ ഞാൻ ഡേഞ്ചർ സോണിൽ വന്നു. ഞാൻ അനിൽ മാടക്കിൽ ശ്യാം തീർക്കുന്നപ്പോഴ വിനീഷ് കായംകുളം അതായിരുന്നൊരു ടീം. അപ്പോൾ അവിടെ ഡേഞ്ചർ സോണിൽ വന്നാൽ പിന്നെ ഔട്ടായി പോകും. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റുള്ളൂ. ചെന്നാൽ 6-ാം മാസത്തിൽ ഡേഞ്ചർ സോണിൽ വന്നു. ആദ്യത്തെ സ്കിറ്റ് കളിച്ച് കയറി, അടുത്തേലും വന്നു, വീണ്ടും ഇങ്ങനെ ഞാൻ ഈ ശശാങ്കൻ്റെ അടുത്ത് ചെന്നു. അന്ന് കൊല്ലം സുധി ശശാങ്കനൊക്കെ അവിടെ കൊല്ലം സുധി സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. ശശാങ്കൻ്റെ അടുത്ത് ചെന്ന് ശശാങ്കനോട് പറഞ്ഞിടാ ഇങ്ങനെ ഡേഞ്ചർ സോൺ. അവനും എന്നെപ്പോലെ ഓപ്പോസിറ്റ് മത്സരിക്കുക. അവൻ്റെ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കതൊന്നുകൂടെ ഒന്ന് പൊലിപ്പിക്കണം, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഇന്നാവണം. അവനൊരു മടിയില്ലാതെ എന്നോട് പറഞ്ഞ് നീ റൂമിലേക്ക് വരാൻ പറഞ്ഞു. എൻ്റെ കൂടെ ഇരുന്ന സ്ക്രിപ്റ്റ് റെഡിയാക്കി ക്ലൈമാക്സും ഒക്കെ തന്നു. ഞാൻ പോയി കളിച്ചു. ബാബുവാൻ്റെ സാറായിരുന്നു ജഡ്ജൊക്കെ. ഞാൻ ഇന്നായി. ഭയങ്കര സന്തോഷം. ആ സ്നേഹം ഇന്നും എനിക്ക് അവനോടുണ്ട്. പിന്നീട് ഞങ്ങൾ പല വേദികളിലും ഒരുമിച്ച് സഹകരിച്ചു, പല ഷോകളും ഒരുമിച്ച് ചെയ്തു. ഇപ്പോൾ ഐറ്റം വേറെ എന്നൊരു ഷോയിൽ ഞാനും അവനും ഗ്രൂമിങ് സെക്ഷനിലിരിക്കുക. അതെനിക്ക് വല്ലാത്തൊരു ഭാഗ്യമായിട്ട്, ഭയങ്കര ബന്ധമാണ്. അത് ഞാൻ പറയട്ടെ, അവനറിയാം അവൻ എന്നെ സഹായിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഒരു തീരുമാനം, ഒരു സ്കിറ്റിൻ്റെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് അവൻ അംഗീകരിക്കാനും അവൻ പറയുന്നത് ഞാൻ അംഗീകരിക്കാനും, ഒരു ടീം വരുമ്പോൾ ഞാൻ പറയണടാ അത് മോശമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് അത് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞാൽ അതൊരു ബോണ്ടിങ്, മനസ്സ് ഉള്ളൊരു ഐക്യമാണ്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ ഷോയിൽ അങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടിയത്. ഈ ബന്ധത്തെ ഉണ്ടാക്കാം, നിലനിർത്താനും പാടാ. അതുകൊണ്ട് വലിയ പണിയാ. അങ്ങനെ ഒരുപാട് പേര് നമ്മളിൽ നിന്നൊക്കെ പോയവരൊക്കെ ഒരുപാട് പേരുണ്ട്. നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് നമുക്കെതിരെ. ഇനിയിപ്പോൾ രാജേഷേട്ടാ ഞങ്ങൾക്ക് കാണേണ്ടതും കേൾക്കേണ്ടതും മിമിക്രി. സിദ്ദിഖിക്കയുടെ വോയിസ് എന്തെന്ന് കേൾക്കണം. തുടങ്ങാം. സിദ്ദിഖ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യമാണ്. നമുക്ക് ഈ ചാനലിൽ ഷോ ചെയ്യുമ്പോഴേ പലപ്പോഴും ഈ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് എൻ്റെ എല്ലാ ഒട്ടുമിക്ക ഞാൻ ഉൾപ്പെടുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളോടും ചില ഡയറക്ടേഴ്സ് വന്നിരുന്നിട്ട് പറയും അടുത്ത പടത്തിൽ താനുണ്ടാവും കേട്ടോ എന്ന് പറയും. ചില നടക്കും, ഭൂരിഭാഗം നടക്കാറില്ല. ഇല്ല, സത്യം. ഇതിൻ്റെ ഒരു കുഴപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഇദ്ദേഹം ഇത് ഫ്ലോറിൽ പറയും, ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാരിത് കാണും. നമ്മളെല്ലാവരുടെയും ലക്ഷ്യം സിനിമയാണ്. എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും സിനിമയിൽ വന്നൊരു ഫെയിം ആകുക അങ്ങനെയാണല്ലോ. അല്ലാതെ ഇത് ടെലികാസ്റ്റ് ചെയ്യും, ഇത് ജനങ്ങൾ കാണും, അവർ ചർച്ച ചെയ്യും. രാജേഷ് പാണവളുടെ മറ്റേ ഡയറക്ടർ സിനിമയിലെടുത്തെന്ന് പറഞ്ഞ് അവനൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടാ. ആ സിനിമ തുടങ്ങും, നമ്മളതിലില്ല. പിന്നെ ഈ ഡയറക്ടർ വിളിക്കുമ്പോൾ ഇദ്ദേഹം പറയും അയ്യോ അത് പ്രൊഡ്യൂസർ പറഞ്ഞ് വേറൊരാളെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് അവിടെ തീർന്നേ. നമ്മൾ പിന്നെ ഈ ആൾക്കാരുടെ ഒക്കെ സമാനം പറയണം. പലരും പറയാം അതിനുള്ള കഴിവൊന്നും ഇല്ലെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും അഭിനയിച്ച് നോക്കിയപ്പോൾ ചിലപ്പോൾ കൊള്ളുകയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനുഭവിക്കുന്ന കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, അത്തരത്തിൽ വാക്ക് പാലിച്ചൊരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് സാറാണ്. വാക്ക് പാലിച്ചു. ഒയ്യോ, ഞങ്ങൾ കോമഡി ഫെസ്റ്റിവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഞാൻ, ശ്യാം, സുമേഷ്, വിനോദൊക്കെ ആയിട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നിങ്ങളെല്ലാവരും മലയാള സിനിമയിൽ വരേണ്ട ആർട്ടിസ്റ്റുകളാണ്, ഭയങ്കര ആർട്ടിസ്റ്റുകളാണ്, ഗംഭീര ടൈമിംഗ് ആണ്, എല്ലാവർക്കും നല്ല തോട്ടുകളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ അടുത്ത പടം ചെയ്യുമ്പോൾ നിങ്ങൾ 4 പേരും അതിലുണ്ടാവും. ഓക്കെ, താങ്ക് യു സാർ. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞേ 4 പേരെ ഒരു സിനിമയിൽ അങ്ങനെ വിളിക്കും. അതെ, 4 പേരെ ഒന്നും വിളിക്കുന്നില്ല. അല്ല, ഇതിനു മുമ്പേ നമ്മൾ കേട്ടത് ഈ വായ്ത്താളേ ഉള്ളൂ. ചെയ്തവരും ഉണ്ട്. എന്നാലും ഒരു പരിധി വരെ ചെയ്യാതെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, ചെയ്യില്ല. പക്ഷേ ആ സിനിമയിൽ ഞങ്ങൾ 4 പേരും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനു മുന്നേ ഞാൻ പാഷാഷാജി, ഞാൻ രാജേഷ് പറവൂരൊക്കെ ഒന്നിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭാസ്കർ രാഷ്ട്രം എന്ന് പറയുമ്പോൾ മമ്മൂക്കാട് ഒരു സിനിമ. അതിൽ സാറിങ്ങനെ പറഞ്ഞിരുന്നു രാജേഷ് അടുത്ത സിനിമയിലുണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. അതും കോമഡി ഫെസ്റ്റിവലിൽ വെച്ചാൽ ആ സിനിമ ചെയ്തു. പാഷാണ ത്രൂ ഔട്ട് അതിലുണ്ട്, മമ്മൂക്കയുടെ കൂടെ ഷാജുൻ ചെന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എടാ ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ രാജേഷ് പറവൂരിനെ വിളിച്ചു. അപ്പോൾ ഞാൻ രാജേഷിനോട് ചേട്ടാ നമ്മൾ ഇനിയിപ്പോൾ ആരെയൊക്കെ വിളിക്കുമെന്നറിയില്ല, എന്നെ വിളിച്ചു, ഞാൻ പോകണമെന്ന്. എന്നെ വിളിച്ചു. ഞാൻ ചെന്ന് സ്ക്രിപ്റ്റ് നോക്കിയപ്പോൾ ജോഷി ചേട്ടനുണ്ട്. സ്ക്രിപ്റ്റിൽ വെടിക്കെട്ടുകാരനെന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയേക്കണ രാജേഷ് പാണാവള്ളി എന്നാണ്. ന്യൂസ് റീഡർ രാജേഷ് പറവൂർ, വിക്രം പാഷാണ ഷാജി. ക്യാരക്ടറുടെ പേരിൻ്റെ കൂടെ നമ്മുടെ പേരായിട്ടേക്കണം സാറ്. അതിനുശേഷം ചെയ്തതാണ് ഫുക്രി എന്ന് പറയുന്ന സിനിമ ജയസൂര്യയുടെ, അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പിന്നീട് നമ്മളോട് പറയുകയും ചെയ്തു ഇനി അടുത്ത സിനിമ ചെയ്യുമ്പോൾ നല്ല വേഷം തരാൻ കേട്ടോ, ഇതിലൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്.
പക്ഷെ നിർഭാഗ്യവശാൽ സാറ് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു. പക്ഷേ ഞാനൊക്കെ വരയ്ക്കുന്നിടത്തോളം എൻ്റെ മനസ്സിൽ സാറിനൊരു വലിയ സ്ഥാനമാണ്. ഞാനെന്നല്ല, സാറിനെ പരിചയപ്പെട്ട് സാറുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെ അതിന്ന് ഓർക്കുന്നല്ലേ? ഭയങ്കരമായിട്ട് ഓർക്കുന്നു. സാറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു നടനാണ് ദിലീപേട്ടൻ്റെ കൂട്ടത്തിൽ ഞാൻ അഭിനയിച്ച സിനിമയാണ് ജാക്ക് ഡാനിയൽ. ആ ജാക്ക് ഡാനിയൽ സിനിമയ്ക്ക് ഒരു കഥയുണ്ടോ? ദിലീപേട്ടനും ജാക്ക് ഡാനിയൽ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ, ജാക്ക് ഡാനിയലിൽ ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴൊന്നും നമ്മളില്ല. വേറെ ഒരു ആർട്ടിസ്റ്റ് വരാഞ്ഞിട്ടാണ് പെട്ടെന്നാണ് എന്നെ വിളിക്കുന്നത്. ജയസൂര്യാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ പെട്ടെന്ന് വിളിക്കുന്നത് എവിടെയുണ്ടെന്ന് കൺട്രോളർ വിളിച്ച് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. പെട്ടെന്ന് വാ, എരമല്ലൂരിലേക്ക് വാ, അവിടെ ഒരു ടെക്സ്റ്റൈൽസിലാണ് ഷൂട്ട് നടക്കുന്നത്. ഞാൻ ചെയ്താണ് ദിലീപേട്ടൻ്റെ പടമാണെന്ന്. പിന്നെ പാൻറ് ഷർട്ടും എങ്ങനെ ഇട്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പ്രത്യക്ഷപ്പെടുന്ന പോലെ ഞാൻ സെറ്റിലെത്തിയപ്പോൾ ദിലീപേട്ടൻ ക്യാരവാനിലുണ്ട്. ഞാൻ ചെന്നു പറഞ്ഞു, അയാൾ വേറൊരാൾക്ക് അയാൾ വന്നിട്ട് പറഞ്ഞു ദിലീപേട്ടൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആരാ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എന്തായി അങ്ങനെ ജയസൂര്യനെ വിളിച്ചു വരുത്തി. ആ സീൻ അവിടെ ഇരുന്ന് ദിലീപേട്ടൻ ഇംപ്രൂവൈസ് ചെയ്യണം. ശരിക്കും ചെറിയ സീനായിരുന്നു. ദിലീപേട്ടൻ പിന്നെ അപ്പുറം ഇപ്പുറം ഞാനും ദിലീപേട്ടൻ ഇരുന്നിട്ട് ദിലീപേട്ടൻ പറയേ ഗുണലാൽ, അപ്പം നീ ഇങ്ങനെ പറയടാ. ഞാൻ പറഞ്ഞു ചേട്ടാ അതിങ്ങനെ അപ്പോൾ ഡയറക്ടർ വന്നിട്ട് ദിലീപ് എന്നാൽ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാൽ അല്ലല്ല ഇതൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളി അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്. എനിക്കറിയാൻ പാടില്ല. ഞാനപ്പോൾ ഒരിക്കലും ദിലീപേട്ടനൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കര സഹായിയാണ് എല്ലാവരും. നമ്മൾ അനുഭവിക്കുകയാണ് ഇയാളെ. അദ്ദേഹത്തിന് ആ സീൻ ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. എനിക്ക് വേണ്ടിയിട്ട് ആ സീൻ അവിടെ ഇരുന്ന് പുള്ളി ഇങ്ങനെ അത് ഉണ്ടാക്കി കുറേ ഇപ്പോൾ ഡയറക്ടർ വന്നിട്ട് മതി കേട്ടോ, ഇതിപ്പോൾ അത്രയും വേണമെന്നില്ല നമുക്ക് എന്നൊക്കെ പറഞ്ഞു. ഷൈജു കുറുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ആ സിനിമയിൽ. ആ സിനിമ ഇപ്പോഴും സൂര്യ ടി വിയിൽ ടെലികാസ്റ്റിംഗ് ഉണ്ട്. ആരെങ്കിലും രണ്ടുപേരും എന്നെ വിളിച്ചിരിക്കുക എന്നുള്ളത് ആ സീൻ കാണുമ്പോൾ ദിലീപേട്ടൻ ഞാനും കൂടിയുള്ള അത്രയും നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ടിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് അല്ലാതെ ദിലീപേട്ടനായിട്ട് ഒരുപാട് ഷോകളിൽ സഹകരിച്ചിട്ടുണ്ട്. ഭയങ്കര കാര്യമാണ്. എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മളെ ചേർത്ത് നിർത്താനായിട്ട് വലിയൊരു ഇത് ജനങ്ങൾ അറിഞ്ഞു കൊടുത്ത പേര് ജനപ്രിയ നായകൻ. തീർച്ചയായിട്ടും ഇത്രയൊക്കെ സഹായിച്ചിട്ടും രാജേഷ് ദിലീപേട്ടനോട് കാണിച്ചൊരു മോശപ്പെട്ട പ്രവൃത്തിയുണ്ട്. എന്താണ് അത് ഞങ്ങൾ മലയാളികൾക്ക് മറക്കാൻ പറ്റത്തില്ല. എന്താണ്? ഒരു ദിലീപേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു പരിപാടിക്ക് വരുമ്പം ദിലീപേട്ടൻ അങ്ങോട്ടൊരു കൈ കൊടുക്കാം. ഇത് ദിലീപേട്ടൻ രാജേഷ് എന്ന് പറഞ്ഞ് കൈ പൊക്കി വിളിക്കുന്നത് അതെന്തോ ഒരു ആവശ്യകത. അത് അമൃത ടി വിയിൽ കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ദിലീപേട്ടൻ വന്നിരുന്നു. അപ്പോൾ ചേട്ടൻ ഫ്ലോറിലേക്കാണ് വരുന്നത്, അറിയാമല്ലോ. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ നിൽക്കുകയാണ്. അതെ. അപ്പോൾ ഫ്ലോറിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ടച്ചപ്പ്, മേക്കപ്പ് ആൻഡ് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വിഷ് ചെയ്ത് ഹലോ. അപ്പം നമ്മൾ ഇതാരെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഹലോ എങ്കിൽ വാ. ഞാൻ ചെന്നു, ഇതെന്താണ് നമ്മളെ ഇങ്ങോട്ട് വിഷ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് വിഷ് ചെയ്യണം. ഞാൻ പറഞ്ഞു ചേട്ടാ അത് കൊള്ളാം, ഞാൻ നിന്നെ വിഷ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുറഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിപ്പിച്ചു കേട്ടോ. ഒത്തിരി സന്തോഷം. ഒരു തുറന്ന പുസ്തകമാണോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും. നമ്മളൊന്നും മറക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആരെയാണ് മറക്കേണ്ടത്? അതെ, ഒന്നും മറക്കേണ്ടത്. ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന കാര്യം എങ്ങനെയാണ്, 100 രൂപ കിട്ടിയാൽ 10 രൂപ സേവ് ചെയ്യാൻ പഠിക്കുക ജീവിതത്തിൽ. 90-ന് ജീവിക്കാൻ പഠിക്കുക. കാരണം 80 കിട്ടുന്നവൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് 100 കിട്ടുന്നത്, അല്ലേ? അതെ. കിട്ടുന്നതിൽ സന്തോഷിക്കുക, ആനന്ദം കണ്ടെത്തുക, നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരിക്കുക. അത് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഭാര്യ ഫോളോ ചെയ്യുന്ന അതാണ്. ഭാര്യയുടെ സഹോദരൻ ശ്രീജിത്ത്, അതുപോലെ തന്നെ അമ്മ, വൈഫ്, കുട്ടികൾ, അവർ 2 പേരാണ്. പിന്നെ എൻ്റെ സഹോദരിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരായിരുന്നു. ഒരളിയൻ മരിച്ചു, ബാക്കി 2 സഹോദരിമാരാണ്, രഞ്ജു, രശ്മി, രജി. അവർ ഷാജി, രാജേഷ്, അവരുടെ മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയുന്നു. അങ്ങനെ എന്താ പറയുക, കുടുംബമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. നമ്മുടെ ഗ്രാമത്തിൽ അങ്ങനെ നമ്മൾ എന്താ പറയുക, ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മരിക്കണം എന്നൊരാഗ്രഹമാണ്. നമ്മൾ അടയാളപ്പെടുത്തി പോകാനായിട്ട് നമുക്ക് ഈശ്വരൻ തന്ന കഴിവ് വെച്ചിട്ട് അതിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഇന്ന് ഇവിടെ ഇരുത്തിയതുപോലെ നാളുകളിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എനിക്ക് ഉയരാൻ കഴിയട്ടെ. അതിനെല്ലാവരും അനുഗ്രഹം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ടുണ്ട്. പറയാൻ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേണം മിമിക്രി. ഓരോന്നായിട്ട് പട്ടപ്പെട്ടാ റെഡി. മിമിക്രി ചെയ്യാം. സിദ്ദിഖിൻ്റെ സൗണ്ട് തുടങ്ങാം. അതാണ് അധികാരത്തിൻ്റെ കെറുവോ കളക്കൊന്നും ഇല്ലാതെ വരുണിൻ്റെ അമ്മയായിട്ടാണ് ഗീത ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും കോണിംഗ് ബെല്ലിൻ്റെ ശബ്ദമൊക്കെ വരുണിൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതുകൾ വന്ന് പതിക്കുന്നത്. അതിൻ്റെ നിരാശയും പ്രതീക്ഷയൊക്കെ താങ്ങാനാവാത്ത കൊണ്ട് ചോദിച്ചു പോവുക, ഞങ്ങൾ ഇനിയും വരുണിന് വേണ്ടി കാത്തിരിക്കണോ? മനസ്സിലാകും.
നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമായിട്ടുണ്ടാവില്ല. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. വരട്ടെ. എൻ്റെ രാജേട്ടാ, അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സൊന്ന് പിടിച്ച് കുലുക്കിയ ഒരു സീനാണ് ആൻമരി അയൽപ്പിലാടുന്ന സിനിമയിൽ. അയ്യോ, അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിലെ ഡയലോഗ് ഏകദേശം ഞാൻ ജെയിംസ് എന്ന് പറഞ്ഞൊരു പയ്യനൊക്കെ ചെയ്തിങ്ങനെ എനിക്ക് ഭയങ്കര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളായിരുന്നു, പഠിച്ചിട്ടില്ല. എൻ്റെ ഡയലോഗ് പിന്നെ ഇപ്പം ഞാൻ സ്പോട്ടിൽ പറഞ്ഞുകൊണ്ട് അറിയാവുന്ന ഡയലോഗുകളൊക്കെ പറയാം. പിള്ളേർ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ലെന്നേ. ഒരിക്കലും സ്കൂളിൽ എൻ്റെ ഒരു പരിപാടിക്ക് ചേരാനായിട്ട് എൻ്റെ കൊച്ചെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു 300 രൂപ വേണം. ഞാൻ പറഞ്ഞു ഞാൻ പണ്ട് ഇറക്കീസാ, കാശ് കൊടുത്തുള്ള പരിപാടിക്ക് ആണെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞു. സ്കൂളിൽ മണവാട്ടിയാകാനായിട്ടാ കൊച്ചാ കാശ് ചോദിച്ചത്. അല്ല, ടീച്ചർമാരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചിനെ കാണാൻ നല്ല ചേല, കൊച്ചിനെ തള്ളയെ പോലെ. കാശ് കൊടുക്കാത്തതുകൊണ്ട് കൊച്ചും അവളും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ കയറി അമ്മ വീട്ടിലോട്ട് പോവുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഓട്ടോയിൽ ഒരു ലോറി വന്നടിച്ച് എൻ്റെ കൊച്ച് ആശുപത്രിയിലായി. ചങ്കം തല്ലി ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നപ്പോൾ എൻ്റെ കയ്യെ പിടിച്ചിട്ട് എൻ്റെ കൊച്ചനോട് ചോദിക്കുക, ഇച്ചാൻ ആ രൂപ തന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വരുമായിരുന്നു എന്ന്. അതും പറഞ്ഞ് എൻ്റെ കൊച്ചു പോയടാ മതി. അതിൽ പിന്നെ പിള്ളേർ മണവാട്ടി വേഷം കെട്ടി നിൽക്കുന്നത് കാണാനായിട്ട് ഞാൻ പോകാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ പറ്റുവാങ്കിൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ഇങ്ങനെയൊന്നും അല്ല ഡയലോഗ്, ക്ഷമിക്കണം. ഞാൻ ഈ ഡയലോഗ് പഠിച്ചിട്ടില്ല, ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ്. സോറി, അത് ക്ഷമിക്കണം. അതായത് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ രാജേട്ട മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സിനിമകൾ രാജേട്ടനെ തേടി വരട്ടെ. ഇപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓക്കെ, സന്തോഷം.